ഇല്ല, സംസ്ഥാനത്തെ സിവിൽ സർവീസിൽ ഒരു അസാധാരണ ഉദ്യോഗസ്ഥനാണ് താങ്കൾ. കാരണം ഏഹ്, കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ സെക്രട്ടറിയായി 5 വർഷം പ്രവർത്തിച്ച താങ്കളെ തന്നെ ഏഹ്, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ CPM മുഖ്യമന്ത്രി EK നായനാർ ചീഫ് സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചു. എന്തായിരുന്നു അങ്ങനെ തീരുമാനത്തിന് അടിസ്ഥാനപരമായ കാരണം? എനിക്ക് സംശയമുണ്ടായിരുന്നു ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഞാൻ സ്വീകാര്യനായിരിക്കുമോ എന്ന്. പക്ഷേ അത് തീർത്തും അസ്ഥാനത്താണെന്ന് എൻ്റെ നിയമനം എന്നെ ബോധ്യപ്പെടുത്തി. ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും അടിസ്ഥാനപരമായ ചില ഗുണങ്ങൾ അവർ ഏറ്റവും സീനിയറായ ക്യാബിനറ്റിൻ്റെ സെക്രട്ടറി കൂടിയായ ചീഫ് സെക്രട്ടറി നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, പരിപൂർണമായ വിശ്വസ്തത. അത് 100% ഞാൻ യോജിക്കുന്നു. ഒരു ഏത് ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നാലും ആ ഗവൺമെൻറ്റിനോട് ലോയൽറ്റി ഉണ്ടായിരിക്കും. ലോയൽറ്റി ഇല്ല, ഈ ഗവൺമെൻറ് പിന്നെ അഭിപ്രായങ്ങളോട് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും അന്തസ്സായ കാര്യം ആ ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നുള്ളതാണ്. പണ്ട് പ്രസിഡൻറ്റ് ട്രൂമാൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്: ഇഫ് യു കനോട്ട് സ്റ്റാൻഡ് ദി ഹീറ്റ്, ഗെറ്റ് ഔട്ട് ഓഫ് ദ കിച്ചൺ. എന്നല്ലാതെ കിച്ചനകത്ത് നിൽക്കുകയും അവിടുത്തെ ചൂടിനെക്കുറിച്ച് പരാതിപ്പെടുകയും മുറുമുറുക്കുകയും ചെയ്യുന്ന യാതൊരു കരച്ചിലും പല്ലുകടിയും എന്ന് പറയുമല്ലോ, അതിനർത്ഥമില്ല. LDF ഗവൺമെൻറ് നയപരിപാടികളോട് ഒരു തരത്തിലും എനിക്ക് യോജിച്ചു പോകാൻ നിവൃത്തിയില്ല, അവരുടെ പ്രവർത്തന ശൈലിയുമായി ഇണങ്ങിപ്പോരാൻ നിവൃത്തിയില്ല ഇന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചേനെ, സർ എനിക്ക് ഈ ജോലി തുടരാൻ താല്പര്യമില്ല, മറ്റെന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം. അപ്പോൾ അടിസ്ഥാനപരമായി ഒന്ന് ലോയൽറ്റി, രണ്ടാമത് സിൻസിയറിറ്റി, കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. എന്നാൽ വളരെ ലാഘവബുദ്ധിയോടുകൂടി, കാരണം ഇപ്പോൾ ഏത് കാലഘട്ടത്തിലായാലും ഇപ്പോൾ നമുക്കിപ്പോൾ തോന്നും ഇപ്പോഴാണ് ഏറ്റവും സംഭവബഹുലമായ നിർണായകമായ, അങ്ങനെയൊന്നുമില്ല. കരുണാകരൻ്റെ കാലത്തും ആൻ്റണിയുടെ കാലത്തും നയനാരുടെ കാലത്തും അച്യുതൻ്റെ കാലത്തും വളരെ നിർണായകമായ പല വികസനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയണം, അതിനൊത്തുയരണം, അതിനുള്ള വേണ്ട ആത്മാർത്ഥതയും കർമ്മകുശലതയും കാണിക്കണം. അല്ല, എങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിയുടെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാളെ അവരുടെ എതിരായിട്ടുള്ള ഒരു പാർട്ടി അധികാരമേൽക്കുമ്പോൾ അതിൻ്റെ കേന്ദ്ര താക്കോൽ സൂക്ഷിപ്പുകാരനായി ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാന കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വിശ്വസ്തത. ഇപ്പോൾ ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിൻ്റെ ഭീഷണിക്കൊക്കെ അതീതമായിട്ട് കേവലമായ ധാർമ്മികത, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. ഇടയ്ക്ക് പറയുകയാണ്, എന്നോട് ഞാൻ പെൻഷനായി കഴിഞ്ഞു വല്ലതും പറഞ്ഞു എൻ്റെ സർവീസ് സ്റ്റോറി എഴുതണമെന്ന്. എഴുതാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ്, പറയാൻ പാടില്ലാത്ത, സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സിവിലും ക്രിമിനലുമായ മാനഹാനിക്ക് മാനനഷ്ട കേസുകൾ ചിലപ്പോൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒഴിച്ചാൽ. പക്ഷേ ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, അതായത് ഈ ആത്മനിയന്ത്രണം, ഇവ കാര്യങ്ങൾ പുറത്തു വിടുന്നതിനെ സംബന്ധിച്ച് സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അതൊരു ധാർമ്മികതയുടെ ഭാഗമാണ്. ഒരു മോർ ആൻ എത്തിക്കൽ ക്വസ്റ്റ്യൻ ദാൻ എ ലീഗൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ധാർമ്മികതയുടെ ഭാഗമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അടിസ്ഥാനപരമായ വിശ്വസ്തത പുലർത്തുന്നു എന്നവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, കരുണാകരൻ മാർക്സിസ്റ്റുകാരുടെ നിതാന്ത ശത്രുവാണ്, മാർക്സിസ്റ്റുകാർ കരുണാകരൻ്റെ നിതാന്ത ശത്രു, അതെല്ലാം അപ്രസക്തമാകുന്നു. ആദ്യഘട്ടത്തിൽ സ്വാഭാവികമാണ്, എൻ്റെ ആദ്യത്തെ 1, 2, 3 മാസം ഈ മാതിരി പരീക്ഷണങ്ങൾ, ചില ടെസ്റ്റ് കേസസ് വന്നപ്പോഴൊക്കെ ഈ സംശയം ഉണ്ടായി കാണണം. ഇവൻ കരുണാകരൻ്റെ സെക്രട്ടറിയായിട്ട് 5 വർഷം ഇരുന്നവനാണ്, ഇവനെ വിശ്വസിക്കാം എന്ന് പൂർണ്ണമായി ബോധ്യമായതുകൊണ്ടാണല്ലോ എനിക്കെൻ്റെ ഫുൾ ടേം പൂർത്തിയാക്കാൻ കഴിയും. പൊതുവേ ഉള്ളൊരു വിമർശനം, ഈ സാമ്പത്തിക വികസന പരിപാടികൾക്കൊക്കെ മുഖ്യമായും തടസ്സമായി നിൽക്കുന്നത് ബ്യൂറോക്രസിയാണ്, ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് എന്ന്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അത് പൂർണ്ണമായി അത് ഒഴുക്കൻ മറ്റുള്ളൊരു വിമർശനമാണ്. ഈ മറ്റെല്ലാ വിഭാഗങ്ങളിലും എന്ന പോലെ ഉദ്യോഗസ്ഥന്മാരിലും 2 തരക്കാരുണ്ട്. ഈ ചട്ടങ്ങൾ മാത്രം ഉറച്ചു നിന്ന് ലാർജർ ഇഷ്യൂസ് കാണാൻ കഴിയാതെ പോകുന്ന ചിലരുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞത് ശരിയായിരിക്കും. വികസനത്തിന് തടസ്സം സിദ്ധിക്കുന്ന അവരാണ്. അവർ എല്ലാ കാര്യങ്ങളിലും അവരുടെ മനസ്സിലുണ്ടാകുന്നത് അക്കൗണ്ട് ജനറലിനെയും ഓഡിറ്റ് അപ്ഡേഷനെയും കുറിച്ചുള്ള ഭയമാണ്, അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഭയമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചില റിസ്ക്കുകൾ നമ്മൾ എടുത്തേ വെക്കുകയുള്ളൂ. ഭാവിയിൽ അക്കൗണ്ട് ജനറൽ എങ്ങനെ കാണും, ഭാവിയിൽ ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പാകെ കുറ്റക്കാരനായി നിൽക്കേണ്ടി വരികയില്ലേ, നാളെ വേറെ ഒരു നമുക്ക് അനുകൂലമല്ലാത്ത ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ എൻ്റെ പേരിൽ ഒരു വിജിലൻസ് കേസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊന്നും ചിന്തിച്ചാൽ ഒരു കാര്യം ചെയ്യാനൊക്കെ. അപ്പോൾ ഈ വികസനത്തിൻ്റെ ലാർജർ ഇഷ്യൂസ് നമ്മൾ കാണുക, അങ്ങനെയുള്ള ഒരു ഭാഗ്യവശാൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ളവരാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഞാൻ മന്ത്രിസഭയിൽ തന്നെ അവതരിപ്പിക്കുമായിരുന്നു.
നമുക്ക് വിശേഷിച്ച് ഒരു സ്ഥാപിത താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തുറന്നു പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ആശയം വന്നു, സർ എനിക്ക് ഇതിനെക്കുറിച്ച് എൻ്റേതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളിൽ ഇതുമായിട്ട് യോജിക്കാൻ എനിക്ക് നിവൃത്തിയില്ല, അതുകൊണ്ട് പുനഃപരിശോധിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അല്ല, അങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഘട്ടങ്ങളിൽ അത് സ്പിരിറ്റോടുകൂടി എടുത്തിട്ടുള്ള മന്ത്രിസഭകളുണ്ടായിട്ടുണ്ട്. ഈ നായനാർ മന്ത്രിസഭയിലായിരുന്നല്ലോ ചീഫ് സെക്രട്ടറി ആയിരുന്നു. എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, എനിക്ക് നായനാരോട് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. പാർട്ടി ലെവലിൽ പാർട്ടി തലത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് കരുതിയ ചില തീരുമാനങ്ങൾ പോലും അദ്ദേഹം ഉപേക്ഷിച്ചു. വെറും ഒരു IAS-കാരൻ, വെറും ഒരു ബ്യൂറോക്രാറ്റിൻ്റെ അഭിപ്രായം എഴുതിയിട്ട്. അപ്പോൾ അത്ര മഹാമനസ്കനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു നായനാർ. അപ്പോൾ അതിൽ അങ്ങ് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെപ്പോഴും സത്യസന്ധത പുലർത്തുക, ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി അത് പുലർത്തുക.